ഇടത് വലത് മുന്നണികളുടെ വികസന മുരടിപ്പിന് അരുവിക്കര ജനത ഇത്തവണ ഉത്തരം നൽകുമെന്ന് NDA സ്ഥാനാർത്ഥി വിവേക് ഗോപൻ. ഓരോ വീടുകളിൽ നിന്നും വളരെ ആവേശകരമായ പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും സ്ത്രീകളുടെയും യുവാക്കളുടെയും പിന്തുണ തനിക്ക് വോട്ടായി മാറുമെന്നും വിവേക് ഗോപൻ പറഞ്ഞു. അരുവിക്കര നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി വിവേക് ഗോപനാണ് നമ്മോടൊപ്പം ഉള്ളത്. അരുവിക്കരയിൽ സ്മൃതി ഇറാനിയുടെ റോഡ് ഷോ കഴിഞ്ഞിരിക്കുന്നു. വലിയ ജനക്കൂട്ടം, വലിയ ആവേശം വിതറിക്കൊണ്ടുള്ള റോഡ് ഷോ നടത്തിയിരിക്കുന്നത്. മഹിളാ മോർച്ച പ്രവർത്തകർ, യുവപ്രവർത്തകർ എല്ലാം തന്നെയുണ്ട്. എങ്ങനെ തോന്നുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് 3-4 ദിവസം മാത്രമേ ഉള്ളൂ? വളരെ ആവേശകരമായിട്ടുള്ള രീതിയിലേക്കാണ് ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന 3-4 ദിവസങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ ഒരു കാലത്തോളം ജനങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞു, ശരിക്കും നമ്മുടെ നാട്ടിലേക്ക് വികസനമാണ് വേണ്ടതെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം കേരള സംസ്ഥാനം ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ഇന്നിപ്പം വികസനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ മാത്രമേ ഉള്ളൂ വികസനമെന്ന് പറയുന്നത് ഒരു അക്ഷരാർത്ഥത്തിൽ പോലും ഒരു മണ്ഡലങ്ങളിലും കേരള സംസ്ഥാനം ഒട്ടാകെ ഒരു മണ്ഡലങ്ങളിൽ പോലും ഇല്ലാതിരിക്കുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ പോലും ഇല്ലാത്തൊരു മണ്ഡലമാണ് ഇപ്പം അരുവിക്കര എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള സൗകര്യങ്ങൾ ആൾക്കാർ, സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ലഭ്യമാക്കുക എന്നുള്ളതും ക്രമേണ ഓരോ വർഷം കഴിയും തോറും ഇവിടെയൊക്കെ ടൂറിസത്തിന് അനന്തമായിട്ടുള്ള സാധ്യതയുള്ളൊരു മേഖലയാണ്. മാത്രമല്ല പേപ്പാറ ഡാമിൻ്റെയൊക്കെ സിറ്റുവേഷൻ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അവിടെയൊക്കെ ശരിക്കും ഒരു മിനി സ്വിറ്റ്സർലാൻഡ് പോലത്തെ ഒരു സ്ഥലമാണ്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ തിരിഞ്ഞു പോലും നോക്കാത്ത രീതിയിലാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ MLA-യുടെയും ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിൻ്റെയൊക്കെ അനാസ്ഥ മൂലമാണ് ആ ഒരു പ്രദേശം തന്നെ അങ്ങനെ ആയിപ്പോകുന്നത്. അപ്പോൾ ഈ ടൂറിസത്തിനും അനന്തമായിട്ടുള്ള സാധ്യതയുള്ളൊരു മേഖല എന്നുള്ള രീതിയിലും ഒരുപാട് തൊഴിൽ വ്യവസായങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു മേഖല കൂടിയാണ്. പിന്നെ ഒത്തിരി സെറ്റിൽമെൻറ്റ് ഏരിയ ഉണ്ട്. അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ കുടിൽ വ്യവസായങ്ങൾ ഒത്തിരി സാധ്യതമായിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ ക്രമേണ ഓരോ വർഷങ്ങൾ കഴിയും തോറും മെച്ചപ്പെടുത്തിക്കൊണ്ട് വരികയും കേരളത്തിലൊട്ടാകെയുള്ള മണ്ഡലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഈ 5 വർഷം കഴിയാറാകുമ്പോഴത്തേക്കും കേരളം ഒട്ടാകെയുള്ള മണ്ഡലങ്ങളിൽ ഒരു മികച്ച മണ്ഡലമാക്കി തീർക്കുക എന്നുള്ളതാണ് എൻ്റെ സ്വപ്നത്തിൽ ഉള്ള ലക്ഷ്യം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത് സാക്ഷാത്കരിക്കണം എന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ കീഴിൽ വരുന്ന ഒരാൾ, അതായത് നിയമസഭയിലെത്തി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരാൾ നിയമസഭയിൽ അംഗമായിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് സാക്ഷാത്കരിക്കൂ എന്നുള്ളതാണ്. ബാക്കി ഈ വരുന്ന ആൾക്കാരൊക്കെ നമുക്കറിയാം വന്ന് ഇത്രയും വർഷക്കാലത്തോളം വന്ന് മാറി ഭരിച്ചിട്ടും വാഗ്ദാനങ്ങൾ മാത്രം കൊടുത്തു പോകുന്നതല്ലാണ്ട് സാധാരണക്കാരായ ജനങ്ങളെ തിരിഞ്ഞു നോക്കുന്നുകൂടി ഇല്ല എന്നുള്ളത് ഞാൻ പല മേഖലകളിൽ ചെന്നപ്പോഴും അത് അറിയാൻ കഴിയുന്നതാണ്. ശരിക്കും നമുക്കറിയാൻ പറ്റിയ ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തവണ ജനങ്ങളത് ഒരു നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ തന്നെ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയാവും എന്നുള്ള രീതിയിൽ തന്നെ പറയാം. ഇതുവരെ ഇറങ്ങിപ്പോയുള്ള പൾസ് എങ്ങനെയാണ്? ജനങ്ങളുടെ പൾസ് ഒരുപാട് ആളുകളെ കണ്ടു, ഒരുപാട് മേഖലകളിലൊക്കെ പോയല്ലോ. ഒരു അരുവിക്കരയുടെ ഒരു പൾസ് എങ്ങനെയാണ് തോന്നുന്നത്? നമുക്ക് വളരെ കുറച്ച് ദിവസമേ കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും വളരെ പോസിറ്റീവായിട്ടുള്ള പൾസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ചെല്ലുന്നിടത്തൊക്കെ വളരെ ആവേശോജ്വലമായിട്ടുള്ള സ്വീകരണങ്ങളാണ്, കാര്യങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ജനങ്ങൾ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ജനങ്ങൾ അങ്ങേയറ്റം പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഭരണ സംവിധാനങ്ങളെ പറ്റിയിട്ടുള്ള എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു മാറ്റവും ഇതൊക്കെ വരണം എന്നുള്ളത് അവർക്കും ഉണ്ടെന്നുള്ളത് നമുക്ക് പല സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യുമ്പോഴേ മനസ്സിലാവും. പിന്നെ സെറ്റിൽമെൻറ്റ് ഏരിയയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ റോഡ് പോലുമില്ല. അവിടെ ഒരു കോട്ടൂർ ഒരു സെറ്റിൽമെൻറ്റ് ഏരിയയിൽ പോയ സമയത്ത് അവിടെ ഒരു എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ്. അതായത് ഒരു പ്രഗ്നൻ്റ് ആയ ഒരു ലേഡി, അവർക്ക് ഡെലിവറി ആയ സമയത്ത് ഓട്ടോയോ പോലും കിട്ടാത്ത അവസ്ഥയിൽ ഒന്ന് അവരെ കൊണ്ടുപോകുന്ന വഴിയിൽ അവർ പ്രസവിക്കേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് പല ഭാഗങ്ങളിലായിട്ട് നമ്മുടെ ഈ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളത്, പക്ഷേ അതിന് സാധ്യമാകണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നരേന്ദ്രമോദി സർക്കാർ വന്നു കഴിഞ്ഞാൽ മാത്രമേ സാധ്യതയാവുള്ളൂ. തീർച്ചയായും വലിയ വിജയപ്രതീക്ഷയിലാണ് വിവേക് ഗോപൻ. അരുവിക്കര എന്ന് പറയുന്ന മണ്ഡലത്തിൽ അവികസിതമായ ഒരു മണ്ഡലമാണെന്നും നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരാൾ ജയിച്ച് നിയമസഭയിലേക്ക് എത്തിയാൽ വികസനം തന്നെ ഇവിടെ സാധ്യമാക്കുമെന്നുമാണ് വിവേക് ഗോപൻ വ്യക്തമാക്കുന്നത്. അനൂജ് ആനാവൂരിനൊപ്പം ജനം ടിവിക്ക് വേണ്ടി രഞ്ജിത്ത് അമ്പാടി.